നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ കർക്കിടക വാവുബലി ഇടാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. ഈ വരുന്ന ബുധനാഴ്ച കൃത്യം ആഗസ്റ്റ് 12 തീയതിയാണ് ഈ വർഷത്തെ കർക്കിടക വാവുബലി. എന്നാൽ ഞാൻ ഈ പറയുന്ന 5 ആളുകൾ ഈ വർഷം കർക്കിടക വാവുബലി ഇടരുത് കേട്ടോ. ബലി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ബലിയിട്ട് ഇരട്ടി ദോഷം വിളിച്ചു വരുത്തിക്കൊണ്ട് വീട്ടിൽ വന്ന് കയറരുത് കേട്ടോ. ഞാൻ 5 കൂട്ടരെ പറയാം. ഇതിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം, ഈ വർഷം ബലി ഇടണ്ട, ബലി ഇട്ടില്ലെങ്കിൽ ഇട്ടില്ല എന്നേ ഉള്ളൂ, ഒരു ദോഷവും ഏൽക്കില്ല, ബലി ഇട്ടാൽ അത് ഇരട്ടി ദോഷമായിട്ട് വരികയും ചെയ്യും എന്നുള്ളത്. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് ആരൊക്കെയാണ് ഈ വർഷം കർക്കിടക വാവുബലി ഇടാൻ പാടില്ലാത്തത്. അപ്പോൾ ആ ബലി ഇടാൻ പറ്റിയില്ലെങ്കിൽ അതിന് പ്രത്യുപകാരമായിട്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബലി ഇടാൻ പറ്റാത്തതിന് പകരമായിട്ട് എന്താണ് അവർ ചെയ്യേണ്ടത്, ഈ കാര്യവും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിസ്സാര കാര്യമല്ല, നിസ്സാരമായിട്ട് കണ്ട് കളയരുത്. പോയി ബലിയിട്ട് ദോഷം വിളിച്ചു വരുത്തി ഇല്ലാത്ത ദോഷത്തെ ക്ഷണിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇക്കൂട്ടർ ബലിയിടാതിരുന്ന് പകരം പരിഹാരം ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം ആരൊക്കെയാണ് ആ 5 പേര് എന്നുള്ളത്. ഒന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഒരു മരണം നടന്ന് 1 വർഷമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബലി ഇടാമോ എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, അവർക്ക് ബലി ഇടുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ അല്ലെ മകനോ മകളോ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ സ്വന്തം കൂരയ്ക്ക് കീഴിൽ, നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ കൂരയ്ക്ക് കീഴിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു മരണം നടന്ന് 1 വർഷമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ബലിയിടാൻ പോകാതിരിക്കുന്നുണ്ട്. 1 കൊല്ലം ആയിട്ടില്ല ബലിയിടാൻ. എന്നാൽ അങ്ങനില്ല. അതായത് നിങ്ങൾ ബലിയിടാൻ പോകാം. കാരണം നിങ്ങൾ ഈ മരിച്ചുപോയ 1 വർഷത്തിൽ താഴെ ഉള്ളവർക്ക് വേണ്ടി അല്ല ബലിയിടാൻ പോകുന്നത്. നിങ്ങൾ കർക്കിടക വാവുബലി ഇടുന്നതെന്ന് പറയുന്നത് ഈ മരിച്ചുപോയവർക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ പൂർവികരായിട്ട് ആരൊക്കെ ഉണ്ടോ, പിതൃക്കന്മാരായിട്ട് ആരൊക്കെ മൺമറഞ്ഞു പോയിട്ടുണ്ടോ അവരെ എല്ലാവരെയും സങ്കല്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഇക്കൂട്ടര് വാവുബലി ഇടാൻ പോകാതിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ മരണം നടന്ന് 16 കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ബലിയിടാൻ ആ വീട്ടിൽ നിന്ന് ഒരാളും പോകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ രക്തബന്ധത്തിൽ, പുലയുള്ള ബന്ധത്തിൽ 16 കഴിഞ്ഞിട്ടില്ല, ഒരു മരണം നടന്നു, നിങ്ങൾക്ക് പുലയുണ്ട്, 16 കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ ഈ വർഷം കർക്കിടക വാവുബലി ഇടാൻ പോകാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ മരണം നടന്ന് 16 കഴിഞ്ഞു 1 വർഷം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബലിയിടാൻ പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. പോകുന്ന സമയത്ത് പറ്റിയാൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാം, അതും കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. വേറെ ഒന്നുമല്ല, ഈ 1 വർഷം ആയിട്ടില്ലല്ലോ ആൾ മരിച്ചിട്ട്. ഇപ്പം നമുക്ക് ആ വാവുബലി, ആദ്യത്തെ വാവുബലി വരികയല്ലേ, ആ 1 വർഷത്തിനകത്തുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഈ മരിച്ച ആളിൻ്റെ നാളൊന്ന് നോക്കിക്കുക. എന്നിട്ട് എന്തെങ്കിലും പരിഹാരക്രിയകൾ, എന്തെങ്കിലും ദോഷങ്ങൾ, മരിച്ച നക്ഷത്രത്തിൻ്റെ ദോഷങ്ങൾ എന്തെങ്കിലും ഒരു ജ്യോതിഷ പണ്ഡിതനെ കാണിച്ച് നോക്കിയിട്ട് ദോഷങ്ങൾ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മരിച്ച നാൾ വെച്ച് നോക്കി കൃത്യമായിട്ട് അത് പറയും ദോഷങ്ങളുണ്ടോ എന്നുള്ളത്. ആ ദോഷക്രിയ ഈ കർക്കിടക വാവിന് നിങ്ങൾ സാധാരണ ബലിയിടാൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കർമ്മവും കൂടെ ചെയ്യിക്കാവുന്നുണ്ടെങ്കിൽ, ഈ ദോഷപരിഹാരക്രിയ കർമ്മവും കൂടെ ഈ കർക്കിടക വാവിന് ചെയ്യിക്കാമെന്നുണ്ടെങ്കിൽ സകല ദോഷവും നീങ്ങും. ഏറ്റവും നല്ലതാണ്, പിതൃപ്രീതിക്ക്, മരിച്ച ആളിൻ്റെ മോക്ഷപ്രാപ്തിക്കും എല്ലാം കൊണ്ടും ഗംഭീരമായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. 16 കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, പൊലയുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മരണം നടന്ന് 16 കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബലിയിടാൻ പോകരുത്. പൊലയുമായിട്ട് പോയി ബലിയിടുന്നതിൽ പരം ദോഷം, ഒരു ദുഃഖം വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ 1 വർഷം ആവാത്തവർ ഞാൻ ഈ പറഞ്ഞ പോലെയും ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് അമ്മമാർ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, എൻ്റെ മകൾ ഗർഭിണിയാണ്, ഇന്ന കൂട്ട് ബലിയിടാൻ പോകാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ഞാൻ അവരോടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര മാസം ഗർഭിണിയാണ്, വീട്ടിലെ കുട്ടി എത്ര മാസം ഗർഭിണിയാണ് എന്നുള്ളത്. അപ്പം പലരും പറയും 3 മാസം, 4 മാസം, 5 മാസം, അങ്ങനെ കണക്കുകൾ പറയും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, 6 മാസത്തിന് മുകളിൽ ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ യാതൊരു കാരണവശാലും
ബലിയിടാൻ പാടില്ല എന്നുള്ളതാണ്. 6 മാസത്തിന് മുകളിൽ ഗർഭിണിയായിട്ട് നിൽക്കുന്ന 6 മാസത്തിൽ കൂടുതലോ ഗർഭിണിയായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി ഒരു കാരണവശാലും ബലിയിടാൻ പോകാൻ പാടില്ല. ശ്രദ്ധിക്കണം കേട്ടോ. 6 മാസത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ബലിയിടാം. 6 മാസത്തിന് മുകളിലോ ആണെന്നുണ്ടെങ്കിൽ ബലിയിടാൻ പോകുന്നത് അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാലും ബലിയിടാൻ പോകരുത്. അത് പോയില്ല എന്നുണ്ടെങ്കിൽ പോയില്ല എന്നേ ഉള്ളൂ, ഒരു ദോഷവും ഇല്ല. പോയി ആ ദോഷം വലിച്ച് വീട്ടിൽ കൊണ്ടുവരരുത് എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത്. മൂന്നാമത്തത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ, വാലായ്മയുള്ളവരാണ്. എന്താണ് വാലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ച് 11 ദിവസം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾ ആ 11 കഴിയാതെ യാതൊരു കാരണവശാലും ബലിയിടാൻ പോകാൻ പാടില്ല. അതായത് നിങ്ങളുടെ സഹോദരി പ്രസവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വാലായ്മയുണ്ട് അല്ലേ. നിങ്ങളുടെ മകൾ പ്രസവിച്ചിരിക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാലായ്മയുണ്ട്. അപ്പം വാലായ്മയുടെ കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ വാലായ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ 11 കഴിഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ചില കുടുംബങ്ങളിൽ, ചില പ്രത്യേക സമുദായങ്ങളിൽ ഇത് 28 കഴിഞ്ഞെന്നും ആചരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊക്കെ സാധാരണ 11 കണക്കാക്കുന്നത്. ചില പ്രത്യേക സമുദായങ്ങൾ ചില ആചാരപ്രകാരം 28 കഴിഞ്ഞിട്ട് മാത്രമേ ബലിയിടാൻ പാടുള്ളൂ എന്നുള്ള ഒരു രീതിയും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു സമുദായത്തിൻ്റെ നിങ്ങളുടെ ഒരു രീതി അനുസരിച്ച് അത് 11 അല്ലെങ്കിൽ 28 എന്നുള്ള രീതിയിൽ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച്, ഇപ്പം തിരുമേനി പറഞ്ഞു എന്ന് കരുതി 11 തന്നെ വേണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ സമുദായം 28 ആചരിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിലും തെറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ 11 കഴിഞ്ഞിരിക്കണം. 11-നകത്ത് വാലായ്മയുള്ള സമയത്ത് ബലിയിടാൻ പോകരുത്. ഇരട്ടി ദോഷമായിട്ടുള്ള കാര്യമാണ്. ഇവരാണ് മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത്. നാലാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആർത്തവ സമയത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ. ആർത്തവ അശുദ്ധി അഥവാ പീരീഡ്സ് ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ബലിയിടാൻ പാടില്ല. ഒരുപാട് പേര് ബലിയിടണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പം പ്രതീക്ഷിക്കാതൊക്കെ ആർത്തവം കടന്നു വരികയും ഇത് മുടങ്ങിയൊക്കെ ചെയ്യും. ഒരുപാട് പേര് വിഷമിച്ച് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, തിരുമേനി ഇങ്ങനെ അശുദ്ധിയായി ഒരു രീതിയിലും ചെയ്യാൻ പറ്റുന്നില്ല. അവരോടൊക്കെ പരിഹാരം ഞാൻ പറഞ്ഞു തരാം. അത് വന്നു എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ആർത്തവ സമയത്തിലേക്ക് കടന്നു എന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ആർത്തവം വന്നു പോയി, ഇപ്പം നമുക്ക് അതുകൊണ്ട് മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ബലിയിടാൻ പറ്റില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. അതിനുള്ള പരിഹാരവും ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അതിന് പകരമായിട്ട് നിങ്ങൾ ബലിയിടേണ്ട എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. പോയം കിട്ടാൽ മതി, ഒരു ദോഷവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പിതൃകോപവും ഏൽക്കുകയില്ല. പക്ഷേ ആർത്തവ അശുദ്ധി സമയത്തിലൂടെ പോകുന്ന ഒരു സ്ത്രീ യാതൊരു കാരണവശാലും ബലിയിടരുത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ആർത്തവ അശുദ്ധിയുള്ള സ്ത്രീയുള്ള വീട്ടിലുള്ളവർ ബലിയിടാൻ പോകാവോ തിരുമേനി? പലരും ചോദിക്കുന്നതാണ്. ഈ ആർത്തവ അശുദ്ധിയുള്ള സ്ത്രീ അടുക്കളയിൽ കയറി പാചകം ചെയ്തിട്ട് വേണം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ബലിയിടാൻ പോകാനായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ബലി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ടത്. അപ്പം അത് അശുദ്ധിയല്ലേ? അങ്ങനെ പ്രശ്നമില്ല. ഇപ്പം ആർത്തവ അശുദ്ധിയിലിരിക്കുന്ന ഒരു സ്ത്രീ ആഹാരം പാചകം ചെയ്ത് തന്നത് കഴിച്ചുകൊണ്ട് നിങ്ങൾ ബലിയിടാൻ പോയതുകൊണ്ടൊന്നും ഒരു ദോഷവും ഏൽക്കില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യസന്ധമായ കാര്യം എന്ന് പറയുന്നത്. ആ അശുദ്ധി എന്ന് പറയുന്ന ആ സ്ത്രീക്ക് മാത്രമാണ്. അവർ നിങ്ങൾക്കൊരു ആഹാരം കൈമാറി എന്ന് കരുതിയൊന്നും നിങ്ങൾക്കതിൻ്റെ അശുദ്ധിയൊന്നും വരുത്തില്ല. അപ്പം ആ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ബലിയിടാൻ പോകാം. ഇവർ ബലിയിടൽ ചടങ്ങുകളിൽ നിന്ന് മാറി നിൽക്കാവുന്നതുമാണ്. ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അന്യമതസ്ഥരായിട്ടുള്ളവർ ബലിയിടാൻ പോകാമോ, അല്ലെങ്കിൽ എനിക്ക് ബലിയിടാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഹൈന്ദവ മതത്തിൽപ്പെട്ട ആളല്ല, പക്ഷേ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ബലിയിടാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, വിശ്വാസം അത് മനസ്സിലാണിരിക്കുന്നത്. ഈശ്വരനിൽ, ഭഗവാനിൽ വിശ്വാസമുണ്ട്, പിതൃക്കളിൽ വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായ വിശ്വാസമുള്ള മനസ്സോടുകൂടി നിങ്ങൾക്ക് ബലിയിടാനായിട്ട് ബലിയിടൽ നടക്കുന്ന ഏതെങ്കിലും ഒരു സന്നിധിയിൽ, നിങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സന്നിധിയിൽ പോയി നിങ്ങൾക്ക് ബലിയിടാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും തിരുവല്ലം ക്ഷേത്രത്തിൽ പോയി ബലിയിടാവുന്നതാണ്. തിരുവല്ലം ക്ഷേത്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബലി കർമ്മങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ക്ഷേത്രമാണ്. അപ്പം തിരുവല്ലം ക്ഷേത്രത്തിൽ പോയി ബലിയിടാവുന്നതാണ്. അപ്പം ആ ഒരു ദോഷവും
ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത് ഈ സമയത്ത് എപ്പോഴെങ്കിലും വീട്ടിലോ കുടുംബത്തിലോ ഏതെങ്കിലും മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കർക്കിടകത്തിൽ ഈ ഒരു ബലി അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒന്ന് നോക്കിക്കുന്നത്, കുറേ അനർത്ഥങ്ങൾ പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ട്, മരണത്തിന് ശേഷം ഒരു സമാധാനമില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മരിച്ച ആളുടെ നാളും എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് ഈ സമയത്ത് നോക്കിച്ചാൽ നിങ്ങൾക്ക് ഈ കർക്കിടക വാവിന് തന്നെ അതിന് ചെയ്യാനുള്ള പരിഹാരം കൃത്യമായിട്ട് ജ്യോതിഷ പണ്ഡിതർ എഴുതി തരും. അതങ്ങ് ചെയ്യിക്കാന്നുണ്ടെങ്കിൽ കർക്കിടക വാവ് പോലെ ദോഷങ്ങൾ ഒഴിച്ചു നിർത്താനായിട്ട് ഇതിലും നല്ല ഒരു സമയം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അടുത്തൊക്കെ മരണം നടന്നിട്ടുള്ളവർ, അടുത്ത് മരണം നടക്കുക എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് നടക്കുകയോ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ 2 വർഷത്തിനകത്ത് നടക്കുകയോ മരണത്തിന് ശേഷം വീട്ടിൽ ഒരുപാട് അനർത്ഥങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വാവിന് മുമ്പ് നോക്കിച്ചിട്ട് അതിൻ്റെ പരിഹാരം എന്തായി കർക്കിടക വാവിന് പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഒരൊറ്റമൂലി പരിഹാരമാണ് എന്നുള്ളതാണ്. ബലിയിടാൻ പോകുന്ന എല്ലാവരും നിങ്ങൾ ആ ഒരു നിഷ്ഠ പാലിച്ചുകൊണ്ട് വേണം ബലിയിടാൻ പോകാനായിട്ട്. നിഷ്ഠ പാലിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അക്കൂട്ടരും ബലിയിടാൻ പാടില്ല. എന്താണ് നിഷ്ഠകളെന്ന് പറയുന്നത്? നോൺ വെജ് ആഹാരങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ ഒക്കെ ഒഴിവാക്കി തലേ ദിവസം ഒരു നേരം ആഹാരം എടുത്ത് ലഘുഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ പോയി വേണം ബലിയിടാനായിട്ട്. എന്താണ് വെറും വയറ്റിൽ പോയി ബലിയിടുക? രാവിലെ വലിച്ചു വാരി കഴിച്ചിട്ടല്ല ബലിയിടാൻ പോകേണ്ടത്, രാവിലെ എണ്ണ വെച്ച് കുളിച്ചിട്ടല്ല ബലിയിടാൻ പോകേണ്ടത്. അങ്ങനെയുള്ളവരും ബലിയിടാൻ പാടില്ല. ഈ നിഷ്ഠകളൊന്നും പാലിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അനാരോഗ്യമുണ്ട്, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമുണ്ട്, രാവിലെ വെറും വയറ്റിൽ പോയി ബലിയിടാൻ പറ്റുന്നില്ല, എണ്ണ തേച്ച് കുളിച്ചേ പോയി ബലിയിടാൻ പറ്റുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷേ രാവിലെ വലിച്ചു വാരി തിന്നിട്ട് പോയി ബലിയിടുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അനുവദനീയമായിട്ടുള്ള കാര്യമല്ല. അപ്പം നിഷ്ഠകൾ പാലിച്ചുകൊണ്ട് അതിൻ്റെ രീതി അനുസരിച്ച് ബലിയിടുക എന്നുള്ളത് കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇനി ഈ ബലിയിടാൻ പറ്റാത്തവർ പരിഹാരമായിട്ട് എന്ത് ചെയ്യണമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അവരോട് പറയാൻ പറ്റുന്ന കാര്യം, ബലിയിടാൻ പറ്റാത്തവർ കർക്കിടക വാവ് ബലി കഴിഞ്ഞ് ചിങ്ങത്തിൻ്റെ ഒരു അമാവാസിയും കഴിഞ്ഞ് പിന്നീട് വരുന്ന തുലാമാസത്തിലെ കർത്തവാവ് ഉണ്ടാവുമല്ലോ, തുലാമാസത്തിലെ കർത്തവാവ്, തുലാമാസത്തിലെ ആ ഒരു ദിവസം, വാവ് ദിവസം, കർത്തവാവ് ദിവസം പോയി ബലിയിടുക. തുലാമാസത്തിലെ കർത്തവാവാണ് കർക്കിടക വാവ് ബലിക്ക് ഇടാൻ പറ്റാത്തവർക്ക് ഇടാനായിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇപ്പോൾ ആർത്തവശുദ്ധിയിലൊക്കെ നിൽക്കുന്നവർക്ക് കർക്കിടക മാസത്തിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ തുലാമാസത്തിൽ പോവുക. പുലവാലായ്മ കാരണം പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തുലാമാസത്തിലെ കർത്തവാവിൽ പോയി ഇടുക. ഗർഭിണികൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ പറ്റണമെന്നില്ല, അവരടുത്ത വർഷം ഇട്ടാൽ മതി, കുഴപ്പമില്ല. അതുപോലെ തന്നെ മറ്റു ചില ബുദ്ധിമുട്ടുകൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ഉള്ളവർക്കും ഈ കൊല്ലം ഇടാൻ പറ്റണമെന്നില്ല, ഇട്ടില്ലെങ്കിൽ ഇട്ടില്ല എന്നേ ഉള്ളൂ, ഒരു ദോഷവും ഇല്ല. പറ്റാത്തവർ തുലാമാസത്തിൽ ഇടുന്നത് തത്തുല്യമായിട്ടുള്ള ഫലം കിട്ടും. തുലാമാസത്തിൽ മഹാക്ഷേത്രങ്ങളിൽ പോയിട്ട് ബലിയിടാവുന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. മഹാക്ഷേത്രം എന്ന് പറയുമ്പം ഇപ്പം നമുക്ക് കേരളത്തിൽ ഏറ്റവും ബലിയിടാൻ കെങ്കേമമായ ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള തിരുവല്ലം ക്ഷേത്രത്തിൽ പോയി ബലിയിടുക എന്നുള്ളതാണ്. പരശുരാമ സന്നിധിയിൽ പോയി തിരുവല്ല അമ്പലത്തിൽ പോയി ബലിയിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. നമുക്ക് കേരളത്തിൽ 4-5 പ്രധാനപ്പെട്ട മഹാക്ഷേത്രങ്ങൾ നമുക്ക് ബലിയിടാനായിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ബലിയിടാം. നല്ല കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളാണ് എന്നുണ്ടെങ്കിലും ബലിതർപ്പണം നടക്കുന്നിടത്തൊക്കെ നമുക്ക് പോയി ബലിയിടാവുന്നതാണ്. തിരുവല്ലം അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ, ബലിതർപ്പണത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷേത്രമാണ്. തുലാമാസത്തിൽ തിരുവല്ലത്തിൽ പോയി നിങ്ങൾക്ക് ബലിയിടാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ 5 പേര് വീട്ടിലുണ്ടോ എന്ന് ശ്രദ്ധിക്കൂ. ഈ കൂട്ടരുണ്ട് എന്നുണ്ടെങ്കിൽ, അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ബലിയിടാതിരിക്കുന്നതാണ് നല്ലത്. ശ്രദ്ധിച്ച് ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോവുക പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ, എൻ്റെ അമ്മ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.